അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രോഗിയായൊരു മനുഷ്യൻ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ ഖിബല നോക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, രോഗിയാണെങ്കിലും നമസ്കാരം അവൻ നിർവഹിക്കണം. കാരണം ബുദ്ധിയുള്ള കാലം അത്രയും നമസ്കാരം നിർബന്ധമാണ്. ബോധം മറയുന്ന സമയം അത്രയും നമസ്കാരം നിർബന്ധമാണ്. എങ്ങനെയാണോ പറ്റുന്നത് ആ രൂപത്തിൽ നമസ്കരിക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക. അതിന് പറ്റാത്തവൻ ഫഖാഇദൻ, ഇരുന്ന് നമസ്കരിക്കട്ടെ. അതിന് പറ്റാത്തവൻ ഫഅലാ ജംബിൻ, ഒരു പാശത്തിൽ അവൻ ചരിഞ്ഞ് അല്ലെങ്കിൽ കിടന്ന് അവൻ നമസ്കരിക്കട്ടെ എന്ന രൂപത്തിലുള്ള ഹദീസുകൾ കാണാൻ കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കിടന്നാണ് നമസ്കരിക്കുന്നത്, അത്ര വലിയ രോഗിയാണ്, ആരും എടുത്ത് നേരെ ആക്കാനോ കിടത്താനോ ഒന്നുമില്ല എങ്കിൽ പോലും അവൻ നമസ്കാരം എങ്ങനെയാണോ പറ്റുന്നത് ആ രൂപത്തിൽ നിർവഹിക്കേണ്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കിബില വേണോ? കിബില, നമസ്കാരത്തിൽ കിബില വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കിബിലക്ക് നേരെയാണ് നമസ്കരിക്കേണ്ടത്. കിബില തെറ്റി നമസ്കരിച്ചാൽ, ഒരാൾ കിബില ചൂണ്ടിക്കാണിച്ചാൽ നമസ്കാരത്തിൽ തന്നെ കിബിലക്ക് നേരെ തിരിയണം. ഇങ്ങനെ ഹദീസുകൾ കാണാൻ കഴിയും. എന്നാൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവര് അവസരമാണെങ്കിൽ അടുത്ത് അവരെ തിരിച്ചു കിടത്താൻ ആളില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഖുർആൻ പറയുന്നത്, പൊതുവായി പറയുന്ന ഒരു കാര്യമാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു കഴിവിൽപ്പെടാത്ത കൽപ്പിക്കുന്നില്ല, കഴിവിൽപ്പെട്ടത് മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ശരീരം അനക്കി കിബിലക്ക് നേരെ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും ഇരുന്ന് നിസ്കരിക്കാം, കിടന്ന് നിസ്കരിക്കാൻ പറ്റുന്ന കിടന്ന് നിസ്കരിക്കാം. കിടന്ന് നിസ്കരിക്കുന്ന ആളുകൾ കിബിലക്ക് നേരെ തിരിഞ്ഞ്, അതായത് ചരിഞ്ഞ്, കിബിലക്ക് നേരെ ചരിഞ്ഞ് കിടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. ശരീരം ചലിക്കാൻ പറ്റാത്ത ആളുകളുടെ കട്ടില് കാൽഭാഗം പടിഞ്ഞാട്ടും തലഭാഗം കിഴക്കോട്ടുമാക്കി കിബിലയുടെ എഴുന്നേറ്റ് നിന്നാൽ അയാൾ കിബിലക്ക് നേരെ നിൽക്കുന്ന രൂപത്തിൽ കിടത്തുക. എന്നിട്ട് കണ്ണുകൊണ്ടാണെങ്കിൽ കണ്ണുകൊണ്ട്, ആംഗ്യമാണെങ്കിൽ ആംഗ്യം, എങ്ങനെയാണോ പറ്റുന്നത് ആ രൂപത്തിൽ നമസ്കരിക്കുക. കഴിവിന്റെ പരമാവധി കിബിലയെ ഫോക്കസ് ചെയ്ത് കിബിലയെ കേന്ദ്രീകരിച്ച് നമസ്കരിക്കാനാണ് നോക്കേണ്ടത്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണോ സാധിക്കുന്നത് ആ രൂപത്തിൽ നമസ്കരിക്കാം. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.